ഇനി നമുക്ക് എടുക്കാനുള്ളത് തെർമൽ സെൻസർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് തെർമൽ സെൻസർ? തെർമൽ തെർമൽ എന്ന് പറഞ്ഞ ടേം കൊണ്ട് നമുക്ക് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു തെർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പെട്ടെന്ന് ആലോചിക്കുന്നത് ഒരു ചൂട് എന്നുള്ളൊരു വസ്തുവാണ് അല്ലെ. അപ്പോൾ നമ്മൾ തെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെർമൽ സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, thermal sensors are devices used to measure temperature that is generated by a system. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി ജനറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെർമൽ സെൻസർ എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ടു ഡിറ്റക്ട് എനി ഫിസിക്കൽ ചേഞ്ച് ടു ദാറ്റ് ടെമ്പറേച്ചർ ബൈ പ്രൊഡ്യൂസിങ് സം ഔട്ട്പുട്ട്. ആ ടെമ്പറേച്ചറിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഒരു നല്ലൊരു എമൗണ്ട് കൂടിയതാവാം, ഇൻക്രീസിങ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആവാം അല്ലെ. ഒന്നെങ്കിൽ അത് ഹീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് കോൾഡ്നെസ് ആവാം. രണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ തെർമൽ സെൻസർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. Temperature sensor measure the amount of heat energy or even coldness that is generated by an object or system. Allows to sense or detect any physical change to that temperature, producing either an analog or digital output. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഒരു ഹീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോൾഡ്നെസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും വി ആർ ഗിവിംഗ് എ ടെമ്പറേച്ചർ ആസ് ഇൻപുട്ട് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ആസ് അനലോഗ് ഓർ ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഓക്കെ, ഒന്നെങ്കിൽ അതൊരു അനലോഗ് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണുന്ന എപ്പോഴും ഇപ്പൊ ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷനിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന മെഷീൻ അല്ലെ. ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വാല്യൂ ആണ് നമുക്ക് തരുന്നത്. ഒരു ഡിജിറ്റൽ വാല്യൂ, ഡിജിറ്റൽ ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ആ ഒരു ഡിജിറ്റൽ വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ആണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്, ടെമ്പറേച്ചർ ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് എ ഔട്ട്പുട്ട് വാല്യൂ ലൈക്ക് 94 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 94 ഫാരൻഹീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു എമൗണ്ട് പറഞ്ഞു തരും. 97 ആവാം, 102 ഒക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടെമ്പറേച്ചർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 103, 105, 110 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കോംപ്രഹെൻസീവ് സ്കെയിൽ ഉണ്ടായിരിക്കും. ആ സ്കെയിലിൽ ഒരു റേഞ്ച് ഉണ്ടായിരിക്കും. ഇന്ന മുതൽ ഇന്ന വരെ ആയിട്ടുണ്ടെങ്കിൽ നോർമൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബിലോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ എബോവ് പോയിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുള്ള ഒക്കെ ഇൻഫോർമേഷൻസ് പറയാൻ വേണ്ടി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചറിനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ തെർമൽ സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ സെൻസർ. നമ്മൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദർ ആർ 2 ടൈപ്സ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, ദാറ്റ് ഈസ് കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ ആൻഡ് നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ. ഓക്കെ, കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ്, ഡിവൈസിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് കോണ്ടാക്ട് ടെമ്പറേച്ചർ. നോൺ കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ സെക്കൻഡറി കണക്ഷൻ, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കില്ല, ഒരു സെക്കൻഡ് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് 2 basic type can be subdivided into some more categories like electromechanical temperature sensor, resistive temperature sensor and electric temperature sensor. ഇങ്ങനെ വീണ്ടും സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ ഡിവൈസസിനെ. ഓക്കെ, നമുക്കത് ഓരോന്നും എന്താന്നുള്ളത് നോക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഐഡിയാസിനെ ഒക്കെ കൂടെ ഒന്ന് ഷോർട്ട് ടേൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേജിൽ. ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ തെർമൽ സെൻസർ എന്താണ്, 2 ടൈപ്സ്, കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട്. കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ requires the physical contact with the object to operate is called contact thermal sensor, and they can conduction to detect change in temperature. And non-contact temperature sensor do not require the physical contact with the object being sensed. They use the radiation to detect the temperature changes. Okay, ഇനി മെയിനായിട്ട് 3 തരത്തിലാണ് ഉള്ളത്. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഓർ തെർമോമീറ്റർ,
thermistors and thermocouples. Okay. Resistance temperature detector അല്ലെങ്കിൽ thermometer, thermistors and thermocouples. These two are the passive transducer and this one is the active transducer. എന്താണ് active, എന്താണ് passive എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്താണ് passive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they need an external power of ഒരു external source ആവശ്യമുള്ളതിനെയാണ് നമ്മൾ passive എന്ന് പറയുന്നത്. അതേപോലെ തന്നെ active ആണെന്നുണ്ടെങ്കിൽ they do not need any external source of power. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് എക്സ്റ്റേണൽ സോഴ്സിനെ ഒന്നും കണക്ട് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിലെ 3 ക്ലാസിഫിക്കേഷനാണ്. ഈ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്റ്റിൻ്റെ സബ് ഡിവിഷൻ ആയിട്ടാണ് ഈ 3 വരുന്നത്. ഓക്കെ, നമുക്കിതിൽ ഫസ്റ്റ് RTD എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. RTD means the temperature resistance temperature detector. That is RTD, resistance temperature detector. Okay, also known as resistance thermometer എന്നും കൂടി, temperature detector എന്നുള്ളതിനെ thermometer എന്നും കൂടി പറയാറുണ്ട്. resistance thermometer used for the measure of temperature. ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ദ ഹീറ്റ് ഓർ ഇറ്റ് മേ ബി ദ കോൾഡ്നെസ്, ഇറ്റ് മേ ബി ദ ഹോട്ട്നെസ് ഓർ ഇറ്റ് മേ ബി ദ കോൾഡ്നെസ്. ആൻഡ് ദ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ opposition to the flow of electricity in an electric circuit. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്നത് എന്താണോ അതിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ദ ഓപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് മെഷേർഡ് ഇൻ ഓംസ്. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ഓംസ്. അതായത് നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്ന ഒരു ആക്ഷന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഒരു എഫക്റ്റ് ആണ് ഇവിടെ. ഇലക്ട്രിസിറ്റി നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ ഉണ്ടാവും, അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും യൂസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതിനെ പ്രതിരോധിക്കുക, ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോനെ പ്രതിരോധിക്കുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി RTDന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മുടെ കണ്ടക്ടറിന്റെ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വാരീസ് വെൻ ടെമ്പറേച്ചർ വാരീസ്. റെസിസ്റ്റൻസ്, കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസ് ദാറ്റ് ചേഞ്ചിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് വാരി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും കൂടും. നേരെ തിരിച്ചാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കുറയും. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വാരീസ്, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വാരീസ് വെൻ ടെമ്പറേച്ചർ വാരീസ്. ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും വാരി ചെയ്യും. ദാറ്റ് ഈസ് ദ വേരിയേഷൻ ഈസ് ഡിപ്പെൻഡ്സ് ഇൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസും കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസും കുറയും. ഓക്കെ, ഇനി ഇതിന് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ. റെസിസ്റ്റൻസും ടെമ്പറേച്ചർ, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു എന്നുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് RTD വർക്ക് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RT ഈസ് ഈക്വൽ ടു R റെഫറൻസ് ഓഫ് 1 ഡെൽറ്റ ടി എന്നുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് RTD വർക്ക് ചെയ്യുന്നത്. ഇതിൽ RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ അറ്റ് ടെമ്പറേച്ചർ T°C. T°Cയിലുള്ള കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഫോർമാറ്റിലാണ് അത് ഉണ്ടായിരിക്കുക. ആ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദ റെഫറൻസ് ടെമ്പറേച്ചർ യൂഷ്വലി 0°C. 0°C കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ റെഫറൻസ് പറയുന്നത്. ദെൻ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓപ്പറേറ്റിംഗ് ആൻഡ് റെഫറൻസ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതും നമ്മൾ റെഫറൻസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡെൽറ്റ ടി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ആൽഫ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസും PTC and negative temperature resistance NTC. Okay, the ഇതില് RTD-ല് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടുന്നു എന്നുള്ള ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇനി the resistance of thermometer uses change in electrical resistance of conductor to measure the temperature. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് ഒന്നുകൂടെ elaborate ചെയ്ത് പറഞ്ഞതാണ്. Construction of RTD. The resistance temperature detector is conducted by wounding the resistance wire on a mica base, and the wire is wounded like helical coil on the support to reduce the inductance effect. Inductance effectനെ reduce ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ the wire is wound like helical coil. And the terminals leads are brought out of the pipe and the coil is protected by stainless steel case. ഇതിന്റെ outside stainless case ആയിരിക്കും. The structure view of a wire RTD is shown in the figure. Copper, nickel and platinum are the most used RTD മെറ്റീരിയൽസ്. RTD മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കോപ്പർ, അല്ലെങ്കിൽ നിക്കൽ, അല്ലെങ്കിൽ പ്ലാറ്റിനം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദീസ് മെറ്റൽസ് ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൻഡ് ദ പ്രോസസ് പുവർ തെർമൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇതിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളത്. The resistant temperature characteristics of this material are approximately linear. Another type of RTD is thin film RTD, that is constructed by depositing this layer resistive material onto a ceramic substance. ഒരു ceramic substanceനായിട്ട് ഉള്ളതായിരിക്കും നമ്മുടെ thin film മെത്തേഡിൽ ഉള്ളത്. then ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ ജസ്റ്റ് കണ്ടതാണ്. RT is equal to R reference എന്നുള്ള അല്ലെങ്കിൽ R0 എന്നും പറയാം. 1 plus alpha delta T, അതായത് ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നു. Alpha is the temperature coefficient at T0 and R0 is the resistance at D0. ഇതിന്റെ അഡ്വാൻറ്റേജസും ആൻഡ് ഡിസഡ്വാൻറ്റേജസും ആണ് പറഞ്ഞിട്ടുള്ളത്. Can be operated in a wide temperature range and good stability at a high temperature and high accuracy. And disadvantage is low sensitivity and more expensive, affected by shock or vibration. It is affected by the shock or vibration or shock ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ that will be affected. പറഞ്ഞു കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റിനം, കോപ്പർ ആൻഡ് നിക്കൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനുള്ള ചാൻസ് പ്ലാറ്റിനത്തിനാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹൈ സ്റ്റെബിലിറ്റി, ലാർജ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആൻഡ് വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, ഹൈ ആക്യുറസി. ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റിനം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു അതിലൊരു ഇത് ലാർജ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ്. ഇവിടെ നോക്കുക 200°C to 850°C വരെ നമുക്ക് റേഞ്ച് പോസിബിൾ ആണ്. ഇവിടെയാണെങ്കിൽ 200° to 260°C ആണ്. ഇവിടെ നിക്കലിനാണെങ്കിൽ 80 to 300°C ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ആ ഒരു നേരത്തെ കണ്ട പിക്ചറിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ 2D ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. അതിന്റെ ഷീൽഡാണ്, മൗണ്ടിങ് ത്രെഡ്സ്. ഇവിടെയാണ് സെൻസിങ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. സെൻസിങ് എലമെന്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ബാക്കിയുള്ളതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. Okay, then change in resistance of a material per unit change in the temperature must be large, and the resistance of the material must have continuous as stable relation with the temperature.
അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ വെയിറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ 4 സൈഡ് ഉണ്ടായിരിക്കും. ഒരു സൈഡ് മൂവബിളും 3 സൈഡ് ഫിക്സഡും.